ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അറിയാവുന്ന ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം നമുക്ക് ഇങ്ങ് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് റൗണ്ട് എക്സാമിന് നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും, എസ്പെഷ്യലി നമുക്കറിയാം ഇപ്പോൾ മാത്സിലേക്ക് പോകുമ്പോൾ എല്ലാത്തിൽ നിന്നും ഈക്വൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറിയും തിരിഞ്ഞൊക്കെ വരാറുണ്ട്. കൂടുതലായിട്ടും പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ഡിഗ്രി ലെവലിൽ നമ്മുടെ GK ടോപ്പിക്സിന്, ഓക്കെ, GK ടോപ്പിക്സിന് നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളിൽ നിന്നും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള, അതായത് നിങ്ങൾ ഒരു കാരണവശാലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് മാർക്സ് നിങ്ങൾക്ക് ഇതുവരെ നടന്ന എക്സാമിന് വന്നിട്ടുള്ള ടോപ്പിക്സ്, അത് ഇനി നടക്കാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് റൗണ്ട് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടാറുണ്ട്. ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാറുണ്ട്. അപ്പോൾ ഓൾറെഡി ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള റിലേറ്റഡ് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ നടന്നിരിക്കുന്ന എക്സാമിൽ നിങ്ങൾ വെയിറ്റേജ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഓരോന്നും വന്നിരിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ എക്കണോമിക്സ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആണ്. ഓക്കെ, നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കും. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇക്വേഷൻസ് എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ ചോദിക്കാറുണ്ട്. ഈവൻ നമ്മുടെ ലൈവിലാണെങ്കിൽ പോലും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കൂടുതൽ നമുക്കറിയാം അത് വരുന്ന ഇവിടെ നിന്ന് തന്നെയാണ്, നാഷണൽ ഇൻകം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഏറ്റവും കൂടുതൽ ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കഴിഞ്ഞ 4-5 വർഷം നോക്കിയാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നാഷണൽ ഇൻകം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരേ എക്സാമിൽ തന്നെ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഒരു കാരണവശാലും നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ലാത്ത, നല്ല രീതിയിൽ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് നാഷണൽ ഇൻകം. ആൻഡ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്ക് ഏകദേശം അതേ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ RBI എന്ന് പറയുന്നത്. RBI പഠിക്കുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയ, നമ്മുടെ ലൈവ് കാണുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യാറുള്ള ഏത് ഏരിയ ആണ്, റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒക്കെ റിലേറ്റഡ്, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ടെക്നിക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ തന്നെയാണ്. അതിന്റെ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്പെഷ്യലി മോണിറ്ററി പോളിസി റിലേറ്റഡ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. സോ ഈ രണ്ട് ടോപ്പിക്സും നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാകാൻ പോകുന്ന, ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് ടോപ്പിക്സ് ആണ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം, അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മോണിറ്ററി പോളിസി, അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്സും അതിന്റെ കമ്മിറ്റി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഇനി ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സ്ഥിരമായിട്ട് ഡിഗ്രി ലെവൽ എക്സാംസ് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഡിഗ്രി ലെവൽ എക്സാംസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റും വിൻഡ് സിസ്റ്റവും, അല്ലെ? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് നമ്മുടെ മർദ്ദ മേഖലകളും അതുപോലെ തന്നെ എന്താണ് വിൻഡ് സിസ്റ്റം, അവിടേക്ക് വരുന്ന പെർമനൻസ് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ, നമ്മുടെ പ്രാദേശികവാദങ്ങൾ, അങ്ങനെ വിൻഡ് സിസ്റ്റം നല്ല രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. എസ്പെഷ്യലി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വരാറുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ റിവർ സിസ്റ്റം, നമ്മുടെ ഇന്ത്യയുടെ റിവർ സിസ്റ്റം, ഹിമാലയൻ റിവേഴ്സും പെനിൻസുല സിസ്റ്റവും, അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ഒറിജിൻ, അതുപോലെ മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇത് മാത്രമെന്നല്ല, പക്ഷെ ഒരു കാരണവശാലും ഈ രണ്ട് ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് മാത്രമല്ല പറയുന്നത്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ സ്പെസിഫൈ ചെയ്ത ഒരു കാര്യം ഞാൻ പറയാത്ത മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത്രയില്ല എങ്കിലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഇതൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ തന്നെയാണ്. അതിനകത്ത് നിങ്ങൾ കൂടുതൽ കോംപ്രമൈസിന് നിൽക്കേണ്ട. അത് ഏത് ലെവൽ എക്സാമിനാണെങ്കിലും മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ DPSP ഇതൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏതിനായാലും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇതൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾ എന്താണ് ഏത് ലെവൽ എക്സാമിന് പഠിച്ചാലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് തന്നെയാണ്, അല്ലെ? നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്വസ്റ്റ്യൻ ഇല്ലാത്ത പേപ്പർ നമ്മൾ കാണുന്ന വളരെ വളരെ ചുരുക്കമാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും DPSP നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യേണ്ട. ഓക്കെ, പക്ഷെ ഇത് കൂടാതെ ഡിഗ്രി ലെവൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമെൻമെന്റ്സ്. ഓക്കെ,
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ്സ് എസ്പെഷ്യലി 42nd 44th നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് വന്നത് ഡിഗ്രി ലെവലിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ 100 മുതൽ 106 വരെയുള്ള ഭേദഗതികൾ എന്താണ് കുറച്ചധികം ഇമ്പോർട്ടന്റ് ആണ്. സോ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള അമെന്റ്മെന്റ്സ് ഫോർ എക്സാമ്പിൾ നമ്മുടെ 101 GST ബില്ല് അങ്ങനത്തെ അമെന്റ്മെന്റുകളൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അല്ലാത്ത ലെവൽ പോകുമ്പോൾ 102 105 ഒക്കെ നിങ്ങൾ തന്നെ ചോദിക്കാറില്ല. പക്ഷെ 105ാമത്തെ ബില്ല് 106ാമത്തെ ബില്ലൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എന്ത് വരുന്നുണ്ട് ഈ പറയുന്ന പോലെ ഡിഗ്രി ലെവൽ എക്സാമിന് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും. സോ പ്രധാനപ്പെട്ട കുറെ ഉണ്ട് അല്ലെ, പ്രധാനപ്പെട്ട കുറെ നമ്മുടെ 52ാം ഭേദഗതി ഉണ്ട്, 61ാം ഭേദഗതി ഉണ്ട്, 42 44 അങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരുപാടുണ്ട്. അത് കൂടാതെ ഈ പ്രധാനപ്പെട്ട ഭേദഗതികൾ നിങ്ങൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിച്ചിട്ട് എന്തിനു പോകുക, ഡിഗ്രി പ്രിലിംസിന് പോകുക. കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അടക്കമുള്ളത് അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനുള്ളത് അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ അടക്കമുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നല്ല ഡീപ്പായിട്ട് അത്യാവശ്യം പഠിച്ചിട്ട് പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഹിസ്റ്ററി വരുമ്പോഴത്തേക്ക് നമുക്കറിയാം നിങ്ങൾ എപ്പോഴും കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ട ഞാൻ പറയുന്നു. ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് പറയാം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് നിങ്ങൾ ഇനി ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന പോലെ മിഡീവലിലേക്ക് ഒന്നും നിങ്ങൾ പോകണ്ട. കാര്യം നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻസ് നോക്കിയറിയാം മിഡീവലിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ. നമുക്ക് നോർമലി പഠിക്കേണ്ട ഒരു നമുക്കറിയാം മിഡീവൽ പഠിച്ചതിന് ശേഷമാണ് മോഡേണിലേക്ക് പോകേണ്ടത്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നു ഇനിയിപ്പോൾ എക്സാം അടുത്ത ഈ സാരത്തിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട എന്തിനല്ല, മിഡീവൽ ഹിസ്റ്ററിക്ക് അല്ല, നിങ്ങൾ മോഡേൺ ഹിസ്റ്ററി ആണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. മോഡേൺ ഹിസ്റ്ററി ആണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. കാരണം അവിടെ നിന്നാണ് നിങ്ങൾക്ക് എന്ത് വരാറുള്ളത്, ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മോഡേൺ ഹിസ്റ്ററി ഇന്നത് മാത്രം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് എവിടെ തന്നെയാണ്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് തന്നെയാണ്. അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെന്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. പ്രധാനപ്പെട്ട മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. മോഡേൺ ഹിസ്റ്ററിക്ക് ഫോക്കസ് കൊടുക്കുക. കേരള ഹിസ്റ്ററി വരുമ്പോഴത്തേക്ക് ട്രാവൻകൂറിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാവരെയും കുറിച്ച് പഠിക്കാനുള്ള ടൈമില്ല. നമ്മൾ ഈ പറഞ്ഞ ചിത്തിര തിരുനാൾ, സ്വാതി വർമ്മ, അങ്ങനെ സ്വാതി തിരുനാൾ അങ്ങനെ കുറച്ച് പേരെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-4 പേരെ കുറിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോകുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പൊ മാർത്താണ്ഡവർമ്മ അങ്ങനത്തെ പേരുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, സ്വാതി തിരുനാളിന്റെ പേര് പഠിക്കണം, ചിത്തിര തിരുനാളിന്റെ പേര് പഠിക്കണം. ഇവരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അല്ലാതെ എല്ലാവരെയും പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കേരള ഹിസ്റ്ററി നിങ്ങൾ ഫോക്കസ് കൊടുത്ത് പഠിച്ചിരിക്കണം. ആൻഡ് റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കണം. റിനൈസൻസ് ലീഡറിൽ ശ്രീനാരായണ ഗുരു നിങ്ങൾക്ക് കൂടുതലായിട്ട് വരാറുള്ള ഒരു പേരാണ്. പക്ഷെ അത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല. റിനൈസൻസ് ലീഡേഴ്സ് പലരുടെയും ചോദിക്കാറുണ്ട്. ഓരോ എക്സാമിന് വരുമ്പോൾ പലരുടെയാണ് മാറിയും തിരിഞ്ഞും ചോദിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഏരിയാസ് ഒക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പോവുക. ഞാൻ വീണ്ടും പറയുന്നത് ഇത് മാത്രം പഠിച്ചുകൊണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഹോട്ട് ടോപ്പിക്സ് ഓൾറെഡി നമ്മൾ പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള എക്സാമുകളിൽ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ എക്സാമുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇപ്പൊ നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രിലിംസിന് ഇനി വളരെ കുറച്ച് സമയം വരുന്നുള്ളൂ. ഇതിനെല്ലാം ശേഷം നമ്മുടെ ഈ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ എല്ലാം ആദ്യത്തെ കടമ്പ് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്താണ്, നമ്മുടെ മെയിൻസ് എക്സാം ആണ് അല്ലെ. അപ്പോൾ പ്രധാനപ്പെട്ട ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് എല്ലാം വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ്. ഡിഗ്രി ലെവൽ എക്സാംസിന് എല്ലാം വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞു, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരുമിച്ച് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്റഗ്രേറ്റഡ് ബാച്ചും ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നിനും വേണ്ട സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ബാച്ചസ് നമുക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഏതാകട്ടെ, യൂണിവേഴ്സിറ്റി ആണ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPCID കാറ്റ്, അങ്ങനെ ഇപ്പൊ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന എല്ലാ മെയിൻസ് എക്സാമിന്റെയും ബാച്ച് നമുക്ക് ഇവിടെ ഓൺഗോയിങ് ആണ്. അപ്പോൾ പ്രിലിംസ് ഇപ്പൊ കഴിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ മെയിൻസിന് പഠിക്കാന്നുള്ള സമയമൊന്നും ഇല്ല അല്ലെ. ഓൾറെഡി നിങ്ങൾ പ്രിലിംസിന് പഠിക്കുകയാണ്, ഞാൻ എപ്പോഴും പറഞ്ഞത് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ ഇപ്പൊ തന്നെ മെയിൻസിന്റെ കുറെ കാര്യങ്ങൾ കവർ ചെയ്യേണ്ട ടൈമായി അല്ലെ. അപ്പൊ അങ്ങനെ പഠിക്കാന്നുള്ളതാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ചാൾ പഠിക്കാന്നുള്ളതൊന്നും ഇല്ല. പ്രിലിംസ് കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ കൺഫേം ആയി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യേണ്ട ടൈം തന്നെയാണ്. സോ ഇനി ഒട്ടും ടൈം കളയാനില്ല. മെയിൻസിന് വേണ്ടി ഓതറൈസ്ഡ് ആയ നല്ല ഓർഗനൈസ്ഡ് ഉള്ള രീതിയിൽ നല്ല പ്ലാനിങ്ങോടുകൂടി ഒരു ക്ലാസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസോടുകൂടി കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ടെൻഷൻ ഒന്നും ഇല്ലാതെ ഓൺ ടൈം സിലബസ് കവർ ചെയ്ത് റെഗുലർ ബേസിസിൽ റിവിഷൻസ് PYQ ബേസ് റിവിഷൻസ് അറ്റൻഡ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മെയിൻസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബാച്ചിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ബാച്ചാണ് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ACB അക്കാഡമിയുടെ ബാച്ച് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിൽ ഇൻഡിവിജ്വൽ ബാച്ചസ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രോളിൽ നമ്മളുടെ നമ്പർ അവൈലബിൾ ആണ്, അതിലേക്ക് വിളിച്ചാൽ മറ്റു ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.